നമസ്കാരം. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുടെ ഒരു തത്സമയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. 2026-27 കാലഘട്ടത്തിൽ PMTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ. പ്രിയപ്പെട്ടവരെ, ആശ്രയ സമ്മാന പെരുമഴ എന്നാൽ ഭവനരഹിതരായ 100 പേർക്ക് വീട് വെച്ച് കൊടുക്കുക, അതോടൊപ്പം തന്നെ ഭവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 11ഓളം കുടുംബങ്ങളെ ഞങ്ങളോടൊപ്പം കൊണ്ടുവരിക എന്ന ഉദ്ദേശ ലക്ഷ്യവും, അതോടൊപ്പം തന്നെ 2026-27 PMTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ഒന്നിക്കുന്ന വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കലിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ. അപ്പോൾ ഇത് ഏകദേശം ഞങ്ങൾ ഈ ഒരു സമ്മാന പദ്ധതി തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ എത്രയായി, ഒരു 10 മാസത്തോളമായി. അപ്പോൾ 10 മാസമായിട്ടും നമുക്കിതിൽ 1532 ടോക്കൺ മാത്രമാണ് ഞങ്ങൾക്ക് ഇതുവരെ കൊടുക്കാൻ സാധിച്ചത്. അത് 250, 500, അതോടൊപ്പം തന്നെ 1000 അങ്ങനെയുള്ളത്. അപ്പം ആ ഒരു എമൗണ്ട് നമുക്ക് സമ്മാനത്തിൽ തന്നെ ഏകദേശം സമ്മാനം തന്നെ നമ്മുടെ ഇതിൽ ഏകദേശം 3 സെൻറ്റ് വെച്ച് തന്നെ ഏകദേശം 9 പേർക്ക് വീണു. അത് കഴിഞ്ഞിട്ട് ഗോൾഡ് കോയിൻ കൊടുത്തു, മൊബൈൽ ഫോണുകൾ കൊടുത്തു, അങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിലൂടെ കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അവസാനം ഞങ്ങൾ 3 സെൻറ്റ് വെച്ചതിന് ശേഷം കുറച്ച് പേർക്ക് മൊബൈലും ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സമ്മാനങ്ങളും കൊടുക്കാനുണ്ട്. അവർക്ക് സെപ്റ്റംബർ 30-ാം തീയതി ഗവൺമെൻറ് റെസ്റ്റ് ഹൗസ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ആ ഒരു മഹാ പദ്ധതിയിൽ വെച്ച് ഞങ്ങൾ ആ ഒരു സമ്മാനം അവർക്ക് നൽകുന്നതും, അതോടൊപ്പം തന്നെ 3 സെൻറ്റ് വെച്ച് ലഭിച്ചവർക്കും അന്നേ ദിവസം ഞങ്ങൾ പ്രമാണം എഴുതി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഓൾറെഡി ഞങ്ങൾ എഗ്രിമെൻ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ ഞങ്ങൾ നടത്തിക്കൊണ്ടുപോയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം, 1.5 ലക്ഷത്തോളം ടോക്കൺ ആവുമ്പോൾ നിങ്ങൾക്കറിയാം അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരായ നമ്മുടെ സഹോദരങ്ങളായ നിരവധി പേരെ ഒന്നിപ്പിച്ചുകൊണ്ട് വെറും 20,000 ടോക്കൺ, അതിൽ 1600ഓളം ടോക്കൺ എന്ന് വെച്ചോളൂ, 1600ഓളം ടോക്കൺ കഴിഞ്ഞിട്ട് ബാക്കി 18,000 സംതിങ് ടോക്കൺ മാത്രം മതി ഞങ്ങളുടെ ഈ ഒരു പദ്ധതി. അതിന് നമ്മുടെ പുതിയ സ്കീമിൽ ചേർന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകണം. കാരണം ഞങ്ങൾ ഈ പദ്ധതിയിൽ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഭവനരഹിതരായ 5 പേരെ ഞങ്ങളോടൊപ്പം അടുപ്പിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഞങ്ങളുടെ വീഡിയോകൾ കണ്ടു കാണും. അപ്പോൾ അതിൽ ഏകദേശം 5 പേരെ ഞങ്ങൾ ഈ മാസത്തെ ഈ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുവാനായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ 5 പേരെ കാണിച്ചതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അടുത്തതായി നമുക്ക് ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കുക എന്നതാണ്. 10 പവൻ്റെ സ്വർണം ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ കല്യാണ ചെലവും അത് തന്നെ ഏകദേശം ഒരു 10-20 ലക്ഷം രൂപയ്ക്കകത്ത് ചിലവാകുന്നതും, വീട് വയ്ക്കുന്ന ഏകദേശം നല്ലൊരു എമൗണ്ടും, അതോടൊപ്പം തന്നെ 2ാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഞങ്ങൾ ഈ 10 മെഗാ ഞെറുക്കെടുപ്പിൽ പറഞ്ഞിരിക്കുന്ന ആ വീടുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു വീടായിരിക്കും. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയുടെ നിരവധി ആൾക്കാരാണ് ഞങ്ങളിൽ നിന്ന് ടോക്കൺ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ടോക്കൺ എടുക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളൊരു ആശ്രയരെ മുണ്ട് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ആശ്രയ കിറ്റിലൂടെ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിൽ ഞങ്ങൾ ഒരു നമ്മുടെ ഈ മന്ത്ലി അടയ്ക്കുന്ന രീതിയിലുള്ളൊരു കാർഡ് നിങ്ങൾക്ക് തരും. ആ കാർഡ് നിങ്ങൾ വീട്ടിൽ വെച്ചും അതിൽ ടോക്കൺ ഓരോ മാസം അടയ്ക്കുമ്പോൾ നിങ്ങൾ ടിക്ക് ചെയ്യണം. അതോടൊപ്പം ഒരു കാർഡ് ഞങ്ങളുടെ ഈ ട്രസ്റ്റിൻ്റെ ഓഫീസിലും കാണും, അതിൽ നിങ്ങൾ ഇത് ടിക്ക് ചെയ്യണം. അപ്പോൾ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഓഡിറ്റിങ്ങിനോ ഒന്നിനും ഒരു വ്യത്യാസം വരാത്ത രീതിയിലാണ് ഞങ്ങളത് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ പറയാം. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ നിങ്ങൾക്കൊരു വമ്പൻ ഓഫർ ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ബാലരാമപുരം കൈത്തറിയുടെ ഒരു ആശ്രയ കിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ആശ്രയ കിറ്റിനകത്ത് എന്തായാലും 1000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് അതിൽ എന്താണോ കൂടിപ്പോയ മുണ്ട്, ഷർട്ട്, അങ്ങനെയുള്ള നിരവധി പ്രോഡക്റ്റുകൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അവർ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് നിങ്ങൾക്ക് നൽകും. എന്തായാലും ഒരു 500 രൂപയിൽ കൂടുതലുള്ള സമ്മാനങ്ങൾ. അത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എല്ലാ മാസവും കിട്ടും. എല്ലാ മാസവും നിങ്ങൾ 1000 രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്ന എല്ലാ മാസവും നിങ്ങൾക്ക് ആ ഒരു കിറ്റ്, ആശ്രയ കിറ്റ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കും. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയുടെ തുടങ്ങിയിട്ട് ഒരു നല്ലപോലെ ജനങ്ങൾ ഈ പദ്ധതിയിൽ ചേരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ
ഏറ്റവും ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കണ്ടീഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പലർക്കും ഇപ്പോഴും അജ്ഞാതമായ ഒരു ധാരണ ഉള്ളതായി ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തത്സമയ വീഡിയോയിൽ ഇപ്പം ഈ ഒരു വൈകുന്നേരം ഞാൻ എത്തിയത്. അപ്പോൾ ഈ ഒരു ഞെരുക്കെടുപ്പ് എല്ലാ മാസവും 30-ാം തീയതി 4:30 ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ SUT റോഡിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലോ ട്രസ്റ്റ് നിശ്ചയിക്കുന്ന മറ്റു സ്ഥലങ്ങളിലോ, കാരണം ഇപ്പോൾ ഒരുപാട് പേര് വരുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ച് നടത്തുകയും ഞങ്ങൾ ചെയ്യും. ടോക്കൺ അതൊക്കെ അറിയാമല്ലോ, 1500 സംതിങ്ങോളം ടോക്കൺ നിങ്ങൾ എടുത്തവരുണ്ട്. അപ്പോൾ ഇനി എടുക്കാനുള്ളവരും ആശ്രയെക്കുറിച്ച് അറിഞ്ഞാത്ത ആരുമില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പെട്ടെന്നാവും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ടോക്കൺ എടുത്ത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകണം. പിന്നെ മാസം ഞെരുക്കെടുപ്പിൽ സമ്മാനം ലഭിച്ചവർ പിന്നെ, അതായത് ഒരിക്കൽ 1000 രൂപ കൊടുത്ത് നിങ്ങൾ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിച്ചു കഴിഞ്ഞാൽ അടയ്ക്കണ്ട. എല്ലാ മാസവും 4 മണിക്ക് മുമ്പ് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് ചിട്ടി കണക്കാണ് ഇതിൻ്റെ ഒരു രീതി. കാരണം എന്ന് പറഞ്ഞാൽ 4 മണിക്ക് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും 1000 രൂപ വെച്ച് ടോക്കൺ എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിന് റീയാക്കി അടയ്ക്കേണ്ടതാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ കയ്യിലും ഒരു കാർഡ് കാണും, ഞങ്ങളുടെ കയ്യിലും ഒരു കാർഡ് കാണും, നമ്മുടെ ഓരോ മാസത്തെയും മാർക്ക് ചെയ്യുന്ന കാർഡ്. അപ്പോൾ ഞെരുക്ക് വീഴുന്ന വ്യക്തിക്ക് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ആ നിമിഷം അവിടെ വെച്ച് RTGS ആയിട്ട് നിങ്ങൾക്ക് അയക്കാം, നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് അയച്ചു തരും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു കാര്യം ഓർമ്മിക്കുക, ഞെരുക്ക് വീഴുന്ന വ്യക്തിക്ക് ആ നിമിഷം അവിടെ വെച്ച്, അടുത്ത മാസമല്ല, ആ നിമിഷം അവിടെ വെച്ച് ഓൺലൈൻ ട്രാൻസ്ഫറിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ അയക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 2 തൊട്ട് 5 വരെയുള്ള മാസങ്ങളിൽ 50,000 രൂപ, അത് തന്നെ ഏകദേശം എത്രയായി, 2 ലക്ഷത്തോളമായി. അത് കഴിഞ്ഞിട്ട് 6 തൊട്ട് 10 വരെയുള്ള മാസങ്ങളിൽ 75,000-ഉം 11 തൊട്ട് 20,000 വരെയുള്ള 11 തൊട്ട് 20 വരെയുള്ള മാസങ്ങളിൽ 1 ലക്ഷം, അങ്ങനെ ഏകദേശം 19 ലക്ഷത്തിനകത്ത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വിചാരിക്കും ഇതെന്തോ ഒരു ഇതായി പുള്ളി ട്രസ്റ്റുകാർ പറയുന്നതാണെന്നോ. അങ്ങനെയല്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ 20,000 ടോക്കൺ സ്വരൂപിക്കുമ്പോൾ 20,000 പേരിൽ 20,000 പേരും അടയ്ക്കണമെന്നില്ല, എങ്കിലും ഏകദേശം നമുക്കതൊരു നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് ലഭിക്കും. ആ ഒരു എമൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ 10 വീടിലുള്ള എല്ലാ 50 ലക്ഷത്തിന് മുകളിലുള്ള സമ്മാനങ്ങളിലുള്ള വീടുകളാണ്, അതൊന്നും താഴെയുള്ള വീടുകളൊന്നുമില്ല. അപ്പോൾ അവർക്കുള്ള ഒരു വീടിനുള്ള സഹായവും, അതോടൊപ്പം തന്നെ 5 പേർക്ക് വീട്, 5 പേർക്ക് വീടെന്ന് പറഞ്ഞാൽ ഭവനം, വീടും വസ്തുവും ഇല്ലാത്ത 2 പേരും, വീട് മാത്രം വെച്ചു കൊടുക്കുന്ന 3 പേരും. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഓരോ മാസം. അപ്പോൾ 20 മാസം ആകുമ്പോൾ നമുക്ക് 100 പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഡൊണേഷനായി നൽകുന്ന നിങ്ങൾക്ക് ആശ്രയയുടെ കിറ്റിൽ ലഭിക്കും. അതോടൊപ്പം തന്നെ ഇതിൽ സമ്മാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കേണ്ട, പിന്നെ ആദ്യത്തെ സമ്മാനം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അടയ്ക്കേണ്ട എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ്. പിന്നെ നിങ്ങൾ 20 മാസവും നിങ്ങൾക്ക് ഓരോ തുണിത്തരങ്ങൾ നിങ്ങൾക്ക് ബാലരാമൻ കൈത്തറിയുടെ കിറ്റായി നിങ്ങൾക്ക് ലഭിക്കും. അടുത്തതായി ഈ പദ്ധതി ചേർന്ന ശേഷം, അതായത് ഈ ഒരു പദ്ധതി ചേർന്നതിന് ശേഷം മുടക്കം വരുത്തിയാൽ ഓൾറെഡി എമൗണ്ട് തിരിച്ചു തരുന്നതല്ല. ഞെരുക്കെടുപ്പ് വിവരങ്ങൾ വാട്സാപ്പ് വഴിയും BMTV ന്യൂസിൻ്റെ ലൈവ് വഴി ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കാരണം ഈ ഒരു ചാനലിലാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അറിയിക്കുന്നത്. മാസ ഞെരുക്കെടുപ്പ് നടക്കുമ്പോൾ മെഗാ ഞെരുക്കെടുപ്പിൽ പറഞ്ഞിരിക്കുന്ന സമ്മാനങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. 10ഓളം വീടുകളും ഒരു കമ്പനി, 9ഓളം വീടുകളും ഒരു കമ്പനിയും ഞങ്ങൾ ഈ ഒരു സമ്മാന പദ്ധതിയിലുണ്ട്. അതോടൊപ്പം തന്നെ 2ാം സമ്മാനമായി 10 പേർക്ക് 5 സെന്റ് വെച്ചും, ഒരാൾക്ക് 10 സെന്റും, 3ാം സമ്മാനമായി മഹേന്ദ്ര താറ്, അടുത്ത് 4ാം സമ്മാനമായി 3 പേർക്ക് ഡിയോ സ്കൂട്ടർ, 5ാം സമ്മാനമായി ഗോൾഡ് കോയിൻ 25 പേർക്ക്, 100 പേർക്ക് ഗൃഹോപകരണങ്ങൾ, ഏകദേശം 200ഓളം സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയായാലും ഒരു സമ്മാനം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഭവനം ഇല്ലാത്ത നമ്മുടെ കേരളത്തിലുള്ള 100ഓളം പേരെ ഒരു കുടക്കീഴിൽ ഞങ്ങൾ എത്തിക്കുന്ന, പിന്നെ ഞങ്ങൾ തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങൾ പറയുന്ന ഒരു പ്രതിജ്ഞയാണ്. എന്താണെന്നറിയാം, ഭവനരഹിതരായ ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ കാണരുത്. കാരണം ഒരു ഭവനം പണ്ട് വെച്ചതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നമ്മുടെ ആ ഒരു സാഹചര്യത്തിൽ അന്ന് എനിക്ക് ഒരു ഭവനം തന്നെ വെക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് തന്നെ അറിയാം. അതോടൊപ്പം തന്നെ ആശുപത്രി ചെലവ്, എനിക്കൊരു ആക്സിഡൻറ്റ് നേരത്തെ പണ്ട് പറ്റിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആശുപത്രി ചെലവിൻ്റെ കാര്യം അറിയാം.
അതോടൊപ്പം തന്നെ നമുക്കൊരു നല്ലൊരു അടച്ചുറപ്പുള്ള വീടില്ലെങ്കിൽ നമ്മുടെ സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അതോടൊപ്പം തന്നെ അസുഖബാധിതരായ ക്യാൻസർ പേഷ്യൻ്റായ നിരവധി പേരെ ഞങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ആ ഒരു സെപ്റ്റംബറിൽ ഞങ്ങൾ സഹായിക്കുവാൻ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്വപ്ന പദ്ധതികളായ പ്രീ ഡയാലിസിസ് സെൻറ്റർ, ക്യാൻസർ പ്രീ ചികിത്സാ കേന്ദ്രം. നിങ്ങൾക്കറിയാം, നമ്മുടെ മക്കൾ ഇപ്പോൾ HIV ബാധിതരായ നിരവധി പേരാണ് നമ്മുടെ കേരളത്തിൽ. അവർക്കൊക്കെ ഫ്രീ ആയി ചികിത്സാ സഹായം ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുപോലെ അച്ഛനമ്മമാരെ യഥാർത്ഥത്തിൽ മക്കൾ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് തന്നെ നമ്മുടെ ഒരു സംഭവം ഉണ്ടായ അമ്മയെ മകൻ കുത്തിക്കൊന്നു. അതേപോലെയുള്ള നിരവധി സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ മക്കളായ നിങ്ങളോട് പറയുവാനുള്ള ഞങ്ങൾ ശാരദാലയം സ്നേഹക്കൂട് എന്ന ആ ഒരു പദ്ധതിയിൽ നമ്മുടെ സ്വന്തം അച്ഛനമ്മമാരെ എങ്ങനെ നോക്കുന്നതൊക്കെ അവർ നോക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ചടയമംഗലത്തിൽ 1.5 ഏക്കർ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അവിടെയാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും ബാക്കി കുറച്ച് ഭാഗം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സമ്മാനം വീണവർക്കുണ്ട്, അവിടെ അവർക്ക് ആ ജില്ലാ അടിസ്ഥാനത്തിൽ അവിടെ കൊടുക്കും. അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ കൊടുക്കും. ബാക്കിയുള്ള സ്ഥലത്ത് ഞങ്ങൾ ഈ ഒരു ഡയാലിസിസ് സെൻറ്റർ, പ്രീ ക്യാൻസർ ചികിത്സാ കേന്ദ്രം, അപ്പോൾ അതിനൊക്കെ നമുക്ക് ആ ചികിത്സാ കേന്ദ്രത്തിൻ്റെ ഓൾറെഡി മെറ്റീരിയൽ അങ്ങനെയുള്ളതൊക്കെ ഇന്നലെ ഒരു കമ്പനി ഞങ്ങൾ ഇവിടെ മീറ്റിങ്ങിന് വന്നിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് CSR ഫണ്ടും പലരും നൽകാമെന്നുള്ള വാഗ്ദാനത്തോടെ ഞങ്ങൾ ഈ ഒരു അത് തികച്ചും സൗജന്യമായാണ് ഞങ്ങൾ തുടങ്ങുന്നത്. 1000 രൂപ വെച്ചുള്ള 20,000 ടോക്കൺ, അതൊരു മാറ്റമില്ല. 20,000 ടോക്കൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാവും. കാരണം ഈ ഒരു പദ്ധതി കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എല്ലായിടത്തും അറിയാം. കാരണം ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതി എല്ലാ പേർക്കും അറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കാൻ ടോക്കൺ എടുത്തോളൂ. കാരണം പിന്നെ കിട്ടത്തില്ല, 100% ഞാൻ പറയാം, പിന്നെ കിട്ടത്തില്ല. കാരണം ആ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ടോക്കൻ്റെ രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. 1000 രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്ന വ്യക്തിക്ക് 5 ടോക്കൺ, അത് 1000 രൂപയ്ക്ക് ടോക്കൺ എടുക്കുമ്പോൾ 5 ടോക്കൺ കിട്ടും. 5ഉം ഒരേ നമ്പറിലാണ് കേട്ടോ. അതേപോലെ തന്നെ 20 മാസവും നിങ്ങൾക്ക് ടോക്കൺ വീണ അടയ്ക്കേണ്ട, 20 മാസവും നിങ്ങൾക്ക് അതേ നമ്പറിൽ തന്നെ. അപ്പോൾ മൊത്തം 100 ടോക്കൺ നിങ്ങൾ തന്നെ ഈ ബോക്സിനകത്ത് കിടക്കും. അതോടൊപ്പം തന്നെ ആശ്രയ സമ്മാന പരിപാടിയിൽ നേരത്തെ സമ്മാനം ലഭിച്ചവർക്ക് സെപ്റ്റംബർ 30-ാം തീയതി സഹസിൽ വെച്ച് അവരെ എല്ലാവരെയും ഓൾറെഡി ഞങ്ങൾ ഇവിടെ നിന്ന് അറിയിക്കും. എല്ലാവരും അന്നത്തെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം. അതേപോലെ ആശ്രയ സമ്മാന പരിപാടി ടോക്കൺ എടുത്തവർക്ക് അടയ്ക്കണ്ട. അപ്പോൾ 250 രൂപയ്ക്ക് എടുത്ത ആളിന് പോലും 20 മാസം വരെ ഞങ്ങൾ ഉപയോഗിക്കും. അതാണ് നിങ്ങൾ ഈ ആശ്രയ സമ്മാന പരിപാടിയിൽ നിങ്ങൾക്ക് അടിച്ച ലോട്ടറി അതാണ്. കാരണം 20 മാസം നിങ്ങൾ അടയ്ക്കണ്ട. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ടോക്കൺ അടച്ചു കഴിഞ്ഞാലും ഈ സമ്മാനങ്ങളിൽ പറയുന്ന എല്ലാം കിട്ടും. അതോടൊപ്പം ഈ മെഗാ നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞുള്ള ആൾക്കാരെ മാത്രമാണ് ഞങ്ങൾ ഈ ഒരു സമ്മാന പദ്ധതിയിൽ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യവും അതോടൊപ്പം നിങ്ങൾ കണ്ടു കാണും. ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പരിപാടിയിൽ ജാതിമത ഭേദമന്യേ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജാതി മതം അല്ലെങ്കിൽ കൊടിയുടെ നിറം ഇങ്ങനെ ഒന്നും ഞങ്ങൾ നോക്കത്തില്ല. അർഹതപ്പെട്ട ആളാണോ അവർക്ക് ഞങ്ങൾ അവരെ ജീവിതത്തിലോട്ട് നയിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു പാർപ്പിടം ഒരുക്കി കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രങ്ങളും ഭക്ഷണവും എത്തിക്കാൻ വേണ്ടി, അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുവാൻ വേണ്ടി, ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് ഞങ്ങൾ കണക്കുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകളെ 1882 നിയമപ്രകാരം നമ്മൾ സബ് രജിസ്ട്രാർ വഴി രജിസ്റ്റർ ചെയ്യുന്നതും മറ്റ് NGO രജിസ്ട്രേഷൻ എടുക്കുന്നതും അതോടൊപ്പം ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ മഹാപദ്ധതി, ചുരുക്കി പറഞ്ഞാൽ മഹാപദ്ധതിയാണ്. ഈ ഒരു മഹാപദ്ധതിയിൽ നിങ്ങളെല്ലാവരും ഭാഗമാകണം. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയട്ടെ, നമുക്ക് 20,000 പേര് തികഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു മത്സരം അല്ലെങ്കിൽ ഈ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുടെ ഭാഗമായി ടോക്കൺ എടുത്ത് ഞങ്ങളോടൊപ്പം വരണം. ഏറ്റവും ഒരു ഇതായിട്ട് ഞാൻ പറയുന്നുള്ളത്, ഭവനരഹിതരായ ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ കാണരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടന്നപ്പോൾ 4.5 ലക്ഷത്തോളം ജനങ്ങൾ, സഹോദരങ്ങളായ പേർ നമ്മുടെ കേരളത്തിൽ വീടില്ലാത്തവരായുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു. എന്തായാലും അത്രയും പേർക്ക് ഞങ്ങൾക്ക് വീടൊരുക്കാൻ പറ്റിയില്ല എങ്കിലും ഞങ്ങളാൽ കഴിയുന്നുള്ളവർക്ക് വീടൊരുക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും.
അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോരുത്തരും ഞങ്ങളോടൊപ്പം ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തായാലും ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ നിങ്ങളുടെ പദ്ധതിയാണ്. നിങ്ങളാൽ നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് വമ്പൻ സമ്മാനങ്ങൾ ലഭിക്കുവാൻ ഞങ്ങൾ ഒരു അവസരമൊരുക്കുന്നതാണ് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ. എന്തായാലും എൻ്റെ മാന്യ സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരും ടോക്കൺ എടുത്ത് ഈ ഒരു പദ്ധതിയിൽ ഭാഗമാവുക. ഒരു സമ്പാദ്യം കൂടിയാണ് ഇതെന്ന് ഓർമ്മ വെച്ചോളൂ. എന്തായാലും ഈ ഒരു ആശ്രയ സമ്മാന പെരുമയുടെ ഈ ഒരു തത്സമയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.